നയതന്ത്ര പ്രശ്ന പരിഹാരത്തിനോട് അമേരിക്കയ്ക്ക് പ്രതിബദ്ധതയില്ലെന്ന് വീണ്ടും തെളിഞ്ഞതായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖാലിബാഫ്. ലബനൻ യുദ്ധവും നിരന്തര വെടിനിർത്തൽ ലംഘനങ്ങളും അതിന്റെ തെളിവാണ്. US കൈക്കൊള്ളുന്ന ഏതൊരു നടപടിക്കും അവർ വില ഒടുക്കേണ്ടി വരുമെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ പറഞ്ഞു. MCA നാസർ വിവരങ്ങൾ നൽകും. MCA, ഒരു സമാധാന കരാറിൽ എത്തിച്ചേരാത്തതിൽ US-നെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണോ ഇറാൻ? തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നടന്ന നിരന്തരമായിട്ടുള്ള ചർച്ചകളിലൂടെ ഒരു ധാരണാപത്രത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ ചില ഉപാധികൾ കൂടി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെച്ചതോടുകൂടി ഇനിയൊരു നയതന്ത്ര പ്രശ്നപരിഹാരം എന്നത് അത്ര എളുപ്പമല്ല എന്ന കൃത്യമായിട്ടുള്ളൊരു സൂചനയാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖാലിബാഫ് നൽകുന്നത്. അതുമാത്രമല്ല, ഒന്ന് നാവിക ഉപരോധം തുടരുന്നു, അത് ഈ വെടിനിർത്തൽ ലംഘനം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ലബനാനിൽ ദക്ഷിണ ലബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിന് അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകുന്നു. ഇതും വെടിനിർത്തലിനെ വളരെ കൃത്യമായി തന്നെ ലംഘിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇത്തരമൊരു നീക്കവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നയതന്ത്ര പ്രശ്നപരിഹാരം എന്നത് എളുപ്പമല്ല എന്നൊരു മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും പരസ്പരം ആക്രമണത്തിലേക്ക് നീങ്ങുന്നതും മേഖലയിൽ സംഘർഷം വ്യാപിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തിയിട്ടുണ്ട്. കിഷം ഉൾപ്പെടെ 2 കേന്ദ്രങ്ങളിലാണ് ഇറാന് നേരെ തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. റഡാർ കേന്ദ്രങ്ങൾക്കും അതോടൊപ്പം തന്നെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾക്കും നേരെയായിരുന്നു ആക്രമണത്തിൽ തങ്ങളുടെ സൈനികർക്ക് ഒരു പരിക്കും ഏറ്റിട്ടില്ല എന്നുകൂടി US സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിരിക്ക് ഉൾപ്പെടെ തങ്ങളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ഉപയോഗിച്ച ഗൾഫിലെ അമേരിക്കയുടെ വ്യോമ കേന്ദ്രത്തിന് നേരെ തങ്ങൾ തിരിച്ചടിച്ചതായി IRGC-യും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും തങ്ങളുടെ രാജ്യത്തിന് നേരെ വന്ന മിസൈൽ ഡ്രോണുകൾ പ്രതിരോധിച്ചതായിട്ടാണ് കുവൈത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സംഘർഷം കനക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സമാധാന ഏത് നിമിഷം വേണമെങ്കിലും വളരെ വൈകാതെ തന്നെ ഒരു കരാറിൽ എത്തിച്ചേരുമെന്ന തരത്തിലുള്ള പ്രതികരണവും ശുഭപ്രതീക്ഷയുമല്ലേ ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? തീർച്ചയായിട്ടും ട്രംപ് ഏറ്റവും അവസാനം നടത്തിയിരിക്കുന്ന പ്രതികരണവും അതാണ് സൂചിപ്പിക്കുന്നത്. ഇറാനുമായി ഒരു വലിയ കരാറാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത്. അതിന് ഒരു പക്ഷേ സമയമെടുത്താലും പ്രശ്നമില്ല. ആണവ പദ്ധതി ഉൾപ്പെടെ എല്ലാം ഈ കരാറിന്റെ ഭാഗമായിട്ട് വരണമെന്നാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. പക്ഷേ ഇറാൻ അതിനെ നിരാകരിക്കുകയാണ്. ഇതുവരെ നടന്ന ചർച്ചയിൽ ഒരിക്കലും ഈ ആണവ പദ്ധതി വന്നിട്ടില്ല. അതുകൊണ്ട് ആണവ പദ്ധതി വരുന്നതിന്റെ ഏറ്റവും മുന്നോടിയായിട്ട് വേണ്ടത് യുദ്ധവിരാമമാണ്. ആ യുദ്ധവിരാമത്തിന് വേണ്ടിയുള്ള തിരക്കിട്ട നീക്കങ്ങളും ഇടപെടലുകളുമാണ് തങ്ങളുടെ രാജ്യം, അതായത് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ നയതന്ത്ര നീക്കങ്ങളെ നിരന്തരമായിട്ട് ലംഘിക്കുന്ന ഒരു സാഹചര്യം അമേരിക്ക തുടരുന്നു. ഇസ്രായേലിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ലബനാനിൽ വ്യാപകമായിട്ടുള്ള ആക്രമണ പരമ്പരകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ നാവിക ഉപരോധം പിൻവലിക്കാതെയും ലബനാനിലെ യുദ്ധം അവസാനിപ്പിക്കാതെയും ഏതർത്ഥത്തിലുള്ള ചർച്ചയാണ് നടക്കുക എന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കറും അതോടൊപ്പം തന്നെ IRGC-യും ഉന്നയിക്കുന്നത്. അതേസമയം തന്നെയാണ് മേഖലയിൽ 2 സൈന്യങ്ങളും ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏത് അവസ്ഥയെയും നേരിടാൻ രാജ്യം സജ്ജമായി നിൽക്കുകയാണെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ തങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള ഏത് നീക്കം ഉണ്ടായാലും സൈനികമായി തന്നെ നേരിടുമെന്ന് അമേരിക്കയും മുന്നറിയിപ്പ് നൽകുന്നു. ഈ ഒരു ഘട്ടത്തിൽ ട്രംപിന്റെ വാക്കുകളെ മാത്രം വിശ്വാസത്തിലെടുക്കുക എന്നത് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ മധ്യസ്ഥ രാജ്യങ്ങൾ പോലും നിലവിലുള്ള ഒരു അവസ്ഥയിൽ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതും.